കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില പരിശോധിക്കുമ്പോൾ LDF-ഉം തമ്മിൽ വലിയ വ്യത്യാസമില്ല, പക്ഷേ ഈ രണ്ട് മുന്നണികൾ ഒപ്പം ചേർന്ന ഒരു ചിത്രം മാറാനുള്ള സാധ്യത കുന്നത്തുനാട്ടിലുണ്ടോ? അത് തെറ്റായ കണക്കുകളാണ്. ഞാനിപ്പോൾ ഇന്നലെ റിപ്പോർട്ടർ ചാനലടക്കം ഒരു തെറ്റായ കണക്കാണ് ഞാൻ കണ്ടത്. യഥാർത്ഥത്തിൽ വാഴക്കുളം പഞ്ചായത്തിലും കിഴക്കമ്പലം പഞ്ചായത്തിലെ വോട്ടിംഗ്, അതിന് പ്രത്യേകിച്ച് കിഴക്കമ്പലത്തെ വോട്ടിൻ്റെ ഒരു കണക്ക് നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസും LDF-ഉം UDF-ഉം തമ്മിൽ ഏകദേശം 2500-3000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് LDF തന്നെയാണ്. പക്ഷേ വരുന്ന നിയമസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേണാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾക്കപ്പുറം ഇത്തരം വർഗീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും, ഉറപ്പായിട്ട് ചർച്ച ചെയ്യപ്പെടും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇനി കേരളത്തിലേക്കും വ്യാപിക്കണം. വികസനം എന്ന് പറയുന്നത് സാബു ജേക്കബ് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇനി ഇവിടെയെല്ലാം അടിച്ചമർത്തി, ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ അടിച്ചമർത്തി അതിൻ്റെ മുകളിൽ 4 കെട്ടിടം പണിയുന്നതാണോ സാബു ജേക്കബ് ഉദ്ദേശിക്കുന്ന വികസനമെങ്കിൽ അത്തരം വികസനം കേരളത്തിൽ ആവശ്യമില്ല. നന്നായിട്ട് ഭരിക്കാവുന്ന ആളുകൾ കേരളത്തിലുണ്ട്. നിങ്ങൾ പറഞ്ഞു വരുത്തിയ സിംഗപ്പൂർ വികസനം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ സംഘപരിവാർ സംഘടനയായിട്ടുള്ള 2020-യുടെ ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾക്കറിയോ? അവരാരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ സാബു ജേക്കബിൻ്റെ കൂടെയാണെന്ന് ഉറച്ചു പറയാൻ എന്തുകൊണ്ടാണ്? നിങ്ങൾ ഫോൺ ചെയ്ത് അവരെടുക്കൂ. ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രതികരിക്കുമോ? ഇല്ല. ഒന്നും വേണ്ട. ഞങ്ങൾ സാബു ജേക്കബിൻ്റെ കൂടെയാണെന്ന് ഏതെങ്കിലും പരസ്യമായിട്ട് ഏതെങ്കിലും, ഇപ്പോൾ 4 പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഭരിക്കുന്നുണ്ടല്ലോ, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഇവരാരെങ്കിലും ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? നിങ്ങൾ ചോദിക്കണ്ടേ? സാബു ജേക്കബ് ഇവരെയെല്ലാം വളരെ ബുദ്ധിപൂർവ്വം ഈ റിസോർട്ട് രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല, താമസിപ്പിച്ച് മാറ്റി നിർത്തിക്കുകയാണ്. ജനങ്ങളുമായിട്ട് പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ പ്രസ്സിനെ കാണുവാനോ ഇവർക്ക് അനുവാദമില്ല. അവരെ പ്രതികരിക്കുവാൻ സാബു ജേക്കബ് എന്തുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ വിഷയം വന്നിട്ട് ഒരുമിച്ച് 4 പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഒരുമിച്ചിരുത്തി, എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഒരുമിച്ച് നിർത്തി. ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഓൾ ഇന്ത്യ കമ്മിറ്റിയും ഒക്കെ കൂടിയെന്നാണ്. ആകെ ഒരാളേ ഉള്ളൂ അതിൽ. സാബു ജേക്കബ് എന്തു പറയുന്നോ അതാണ് കമ്മിറ്റി. അപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെ അടങ്ങുന്ന എല്ലാവരെയും വിളിച്ച് ഒരു പത്രസമ്മേളനം സാബു ജേക്കബ് നടത്താൻ തയ്യാറാകട്ടെ. അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ജനങ്ങളുടെ വോട്ട്, സാബു ജേക്കബിന് ആരാ വോട്ട് ചെയ്തിരിക്കുന്നത്? സാബു ജേക്കബ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല. സാബു ജേക്കബിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷി, പക്ഷേ അത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സാബു ജേക്കബ് പറഞ്ഞിരുന്നത് ഞങ്ങൾ BJP-യുമായി ഏതെങ്കിലും തരത്തിലുള്ള ബാന്ധവമുണ്ടെങ്കിൽ തെളിയിക്കുക എന്നാണ് പറഞ്ഞത്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെടുത്ത നിലപാടിൻ്റെ ഭാഗമായിരിക്കും ഒരു പക്ഷേ അവർക്ക് ഈ കുന്നത്തുനാട്ടിലെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ആ മാൻഡേറ്റ് മറികടന്നുകൊണ്ടാണ് ഇന്ന് സംഘപരിവാർ കേന്ദ്രത്തിലേക്ക് സാബു ജേക്കബ് എത്തിയിരിക്കുന്നത്. അതേ അഭിപ്രായം തന്നെയാണോ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്നറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ഒരു 80% ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്, പള്ളിയും ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരുടെ അഭിപ്രായം ഇത് തന്നെയാണോ എന്നറിയാൻ ഒരു ജനപ്രതിനിധിയുള്ള നിലയ്ക്കും ഈ സ്ഥലത്തെ MLA എന്നുള്ളത് എനിക്കൊരു കൗതുകമുണ്ട്. അദ്ദേഹം തുറന്നു പറയട്ടെ. പറയുമ്പോൾ വോട്ടുകൾ ഇപ്പോൾ തന്നെ കൊഴിഞ്ഞു പോയി. അദ്ദേഹത്തിന് അതിനുള്ള ആശങ്ക. അതുകൊണ്ടാണല്ലോ എത്ര പേര് പോയാലും കുഴപ്പമില്ല, ഇനി ആരാ വരുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്ദേശിച്ചാൽ ഇവിടെ ഉള്ള BJP-യുടെ വോട്ടുകൾ അദ്ദേഹത്തിന്. അതായത് നിങ്ങൾ ഇപ്പോഴും ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് കമൻറ്റിൽ നോക്കി അറിയാം ആരാണ് വന്ന് കൃത്യമായിട്ട് അതിൽ ഈ മോശം പരാമർശങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആ വോട്ടുകളാണ് അദ്ദേഹം, സംഘപരിവാർ വോട്ടുകൾ 2020-ലേക്ക് വരുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ആ വോട്ടുകൾ അതിനു വേണ്ടി അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയം അദ്ദേഹം നടപ്പിലാക്കി. അതൊരു പക്ഷേ അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം
ഇപ്പോഴും സാബു ജേക്കബിൻ്റെ കൂടെയുണ്ട്. അത് വികസനമല്ല, അത് മറിച്ച് നമ്മുടെ സമാധാന അന്തരീക്ഷം തടസ്സപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. അമേരിക്കയുടെ പ്രസിഡൻ്റാക്കുമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം മിക്കവാറും ട്രംപായിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം മോദിജിയുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ ബാർഗെയിൻ ചെയ്യാം. കാരണം അദ്ദേഹത്തിന് കേരളത്തിലൊന്നും വലിയ താല്പര്യമില്ല, കേരളത്തിൽ ഇന്ത്യയിലും പോലും താല്പര്യമില്ല. അമേരിക്കൻ പ്രസിഡൻ്റാക്കാമെന്നൊരു ഓഫർ കിട്ടിയെന്നാണ് അടുത്ത വൃത്തങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡൻ്റ് ആകട്ടെ.